വെൽക്കം ടു സൈലന്റ് സ്പ്രിങ്സ്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ ദോഷം മാറാനൊന്നും അല്ല വന്നേക്കുന്നത്, മധുഹയിലാണ് വന്നിരിക്കുന്നത്. അന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കുകയുണ്ടായി എങ്ങനെ ഇവിടെ വരാം എന്ന് വെച്ചാൽ. ഇത് ഒമാൻ്റെ സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മൊബൈലും എല്ലാം റോമിംഗ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് GPS വഴി പോലും ലൊക്കേഷൻ മാപ്പ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മധുഹയിലോട്ട് വന്നു കഴിഞ്ഞാൽ, മധുഹയിൽ വന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മധുഹയിൽ, അതായത് മധുഹയിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഏതൊക്കെ റോഡിൽ കൂടെ കണക്ട് ചെയ്ത് വരാൻ പറ്റും. മധുഹയിൽ ഷാർജയിൽ നിന്ന് നമ്മൾ മധുഹ വരെയും നമുക്ക് GPS ഇട്ട് വരാൻ പറ്റും. മധുഹയ്ക്കകത്തോട്ട് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോമിംഗ് ആണ് മൊബൈലെല്ലാം. നമുക്ക് ലൊക്കേഷൻ കിട്ടത്തില്ല. എവിടെ നമ്മൾ വന്നിട്ട് ഈ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതപ്പം കുറേ ആൾക്കാർ നമ്മൾ ലൊക്കേഷൻ ചോദിച്ചു, ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു. കറക്റ്റായിട്ട് ഇവിടെ വരികയും ചെയ്ത് വന്ന ആൾക്കാരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല സൂപ്പർ സ്ഥലമാണ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഫീലാണ്. നമ്മളൊരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെയും വന്നിരിക്കും. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു 5ാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ചെയ്യുന്ന ഒരു വീഡിയോ എങ്ങനെ ഷാർജയിൽ നിന്ന് നമ്മൾ മധുഹയ്ക്ക് വരാം. ദുബായിൽ നിന്നാണെങ്കിലും ഷാർജയിൽ നിന്നാണെങ്കിലും മധുഹയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ. നമ്മൾ ഈ വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് ഷാർജയിൽ നിന്ന് മധുഹ വിസിറ്റ് ചെയ്യാം. മൊത്തം റൂട്ട് മാപ്പ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, മധുഹയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞു തരാം. പക്ഷേ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ GPS ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ലൊക്കേഷൻ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാമെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ്, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഇപ്പോൾ ഷാർജ എയർപോർട്ട് റോഡ് വഴി പോകുന്നവരാണെങ്കിൽ 7-ാം നമ്പർ ബ്രിഡ്ജിൽ നിന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്ത് ഒരു 100 മീറ്റർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് നിങ്ങൾക്കൊരു അണ്ടർപാസ് കിട്ടും. അണ്ടർപാസിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കോർഫക്കാൻ റോഡ് കിട്ടുന്നത്. അപ്പോൾ ഈ റോഡിൽ നേരെ പോവുക. ഒരു 10-40 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് ടണൽസ് കിട്ടാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ 1ാമത്തെ ടണലിലോട്ട് എൻട്രി ആവുകയാണ് കേട്ടോ. 1ാമത്തെ ടണലാണിത്. ഇനിയിപ്പോൾ നമ്മൾ 2ാമത്തെ ടണലിലോട്ട് എൻട്രി ആണ്. ഇത് 2ാമത്തെ ടണലാണ്. അടുത്തത് 3ാമത്തെ ടണലാണ്. അപ്പോൾ നമ്മൾ 2 ടണൽ കഴിഞ്ഞു 3ാമത്തെ ടണലിലോട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ ടണലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 4ാമത്തെ ടണലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 5ാമത്തെ ടണലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 5 ടണലാണ് കയറി ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു റൗണ്ട് ബോട്ടിലാണ്. ആ റൗണ്ട് ബോട്ടിൽ നിന്ന് നമുക്കിനി റൈറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. റൈറ്റിൽ നമുക്ക് ബോർഡ് കാണാൻ പറ്റും. ഫുജേറ എന്നാണ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ആ റൗണ്ട് ബോട്ട്. ഈ റൗണ്ട് ബോട്ടിൽ നിന്നാണ് നമ്മൾ റൈറ്റ് എക്സിറ്റ് എടുക്കുന്നത്. അപ്പോൾ റൈറ്റ് എടുത്തിട്ട് നേരെ പോവുക. അപ്പോൾ നമുക്കിങ്ങനെ റൈറ്റ് സൈഡിൽ ഈ ഗവൺമെൻറ് ഓഫീസൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു റൗണ്ട് ബോട്ടിലോട്ടാണ് വീണ്ടും ചെല്ലുന്നത്. അപ്പോൾ ഈ റൗണ്ട് ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ടർഫോളും ഒക്കെ. അപ്പോൾ ഈ റൗണ്ട് ബോട്ടിൽ നിന്ന് നമ്മൾ ഫ്രീ റൈറ്റ് ആണ് എടുക്കേണ്ടത്. ഈ റൗണ്ട് ബോട്ടിൽ നിന്ന് ഫ്രീ റൈറ്റ് എടുത്തിട്ട് നേരെ പോവുക. അപ്പോൾ ഈ റോഡ് നേരെ പോവുക. ഒരു 200 മീറ്റർ ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ബ്രിഡ്ജ് കാണാം. ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ സ്ലോ ആക്കി പോവുക. റൈറ്റ് ട്രാക്ക് പിടിച്ച് തന്നെ പോവുക. സ്ലോ ആക്കി തന്നെ പോവുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. നമ്മൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 100 മീറ്റർ കഴിയുമ്പോഴാണ് മധുഹയ്ക്കുള്ള എക്സിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്ത് വരിക. റൈറ്റ് ട്രാക്ക് പിടിച്ച് തന്നെ വരിക. ഈ ബോർഡ് വലിയതായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ബോർഡൊന്നുമല്ല, ചെറിയൊരു ബോർഡാണ്. സൈഡിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് മധുഹ എന്നുള്ള ബോർഡ്. അപ്പോൾ ഇവിടം വരെ നമുക്ക് GPS ഇട്ട് വരാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റോമിങ്ങിലാണ് ആവുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത്.
നമ്മൾ മദ്ഹ എക്സിറ്റ് എടുത്തിട്ട് ഒമാൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഇത് ഒമാൻ്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാം നമുക്ക് തട്ടുകട പോലുള്ള ഷോപ്പുകൾ കാണാൻ പറ്റും. ഇത് സ്പോട്ട് നമ്പർ 1 ആണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. പക്ഷേ ഒരു ഈവനിങ് 4 o'clock കഴിയുമ്പോൾ മാത്രമേ ഇവിടെ ഓപ്പൺ ആവത്തുള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അൽ മഹ എന്ന് പറഞ്ഞ പെട്രോൾ പമ്പ് കാണാൻ പറ്റും. ഒമാൻ്റെ പെട്രോൾ പമ്പാണ് ഇതുള്ളത്. അപ്പോൾ ഞാൻ സ്പോട്ട് നമ്പർ 1 ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതാണ് സ്പോട്ട് നമ്പർ 1. നമ്മൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇവിടെ മെയിനായിട്ടും കബാബുകളൊക്കെ ഉണ്ട്. 2 dirhams 50 fils ഒക്കെയാണ് ഒരു കബാബിനുള്ള. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. ഇനിയിപ്പം മുന്നോട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ മുകളിൽ എന്തോ കാണുന്നില്ലേ? ഇനി അവിടെയാണ് നമ്മുടെ സ്പോട്ട് നമ്പർ 2. അത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഹിൽ ടോപ്പ് റെസ്റ്റോറൻ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ടത് നമ്മൾ ആ ബോർഡ് നോക്കിയിട്ട് മേളിലോട്ട് തന്നെ എടുക്കുക. നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണിത്. അപ്പോൾ മേളിലോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേനെ കുറച്ച് ഭാഗം അത് റെസ്റ്റോറൻറ്റിൻ്റെ പ്ലേസ് ആണ്. എങ്കിലും നമുക്ക് നല്ലതായിട്ട് സിറ്റി എല്ലാം നല്ല ഫുൾ വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോർട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സിറ്റി ഫുള്ള് നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് സ്പോട്ട് നമ്പർ 2. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. ഫോർട്ടും പിന്നെ ഹിൽ ടോപ്പ് റെസ്റ്റോറൻറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് അറബിക് രീതിയിലുള്ള ഭക്ഷണങ്ങളാണുള്ളത്. അപ്പോൾ ഹിൽ ടോപ്പിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുക. നേരെ നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെ തന്നെ പോവാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒമാൻ്റെ രാജാവിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ ഈ യാത്ര നേരെ തുടരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വീണ്ടും കാണാൻ പറ്റുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് ശ്രദ്ധിക്കുക. ഈ സൂപ്പർ മാർക്കറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു റൗണ്ട് അബൌട്ടാണ് കിട്ടുന്നത്. ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമുക്ക് റൈറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് റൗണ്ട് അബൌട്ട്. ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തിട്ട് നേരെ തന്നെ പോവുക. നേരെ പോകുമ്പോഴത്തേക്കിന് വീണ്ടും ഒരു റൗണ്ട് അബൌട്ട് കിട്ടും. ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ നേരെയാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ കാണിച്ചിരിക്കുന്ന ബോർഡൊക്കെ നഹ്വ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് പോകുന്നത്. പക്ഷേ നമ്മൾ നേരെയുള്ള ബോർഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്പോട്ട് നമ്പർ 3. നമ്മുടെ മദ്ഹയിലെ അടുത്ത അട്രാക്ഷൻ സ്പോട്ട് നമ്പർ 3. ഇതിപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്നവരൊന്നും പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ റോഡിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്പീഡ് കുറച്ച് വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്പോട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ സ്പോട്ട് വരുന്നത്. അതിൻ്റെ സ്ലോ ആയിട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കുളം, ഒരു ചെറിയ കുളവും പിന്നെ ഒരു നല്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെമ്പകം പൂത്ത് നിൽക്കുന്നതും കാണാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഫോർട്ട് കാണാൻ പറ്റും. ഇത് ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. സ്പോട്ട് നമ്പർ 3 ആണ് ഇത്. അപ്പോൾ സ്പോട്ട് നമ്പർ 3 കഴിഞ്ഞു. ഇനി വീണ്ടും യാത്ര തുടരുക. നേരെ തന്നെ വരിക. നേരെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഒരു വി പോലുള്ള ഒരു റോഡിലോട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. വി എന്നോ വൈ എന്നോ ഒക്കെ പറയാം. വി പോലുള്ള ഒരു റോഡിലോട്ടാണ് കേട്ടോ നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ആണ് എടുക്കേണ്ടത്. റൈറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻസിലോട്ട് അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് നേരെ തന്നെ പോവുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ മുന്നോട്ട് വരിക. ഏകദേശം ഒരു 100 മീറ്റർ കഴിയുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 3 റൈറ്റ്, ഫസ്റ്റ് റൈറ്റ് കിട്ടും, സെക്കൻഡ് റൈറ്റ് കിട്ടും, തേർഡ് റൈറ്റ് കിട്ടും. തേർഡ് റൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. തേർഡ് റൈറ്റിൻ്റെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അൽ ഹറ എന്ന ബോർഡാണ് എഴുതി വെച്ചേക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതാണ് ബോർഡ്. ഈ ബോർഡ് വരുന്നിടത്തുനിന്ന് നിങ്ങൾ റൈറ്റ് എടുക്കുക. അപ്പോൾ ഈ അൽഹാറ എന്നുള്ള എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കഫ്റ്റീരിയ കാണാൻ പറ്റും. നമുക്ക് റൈറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. റൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് ഒക്കെ. അപ്പോൾ റൈറ്റ് നേരെ ചെന്ന് ചേരുന്നത് ഒരു കയറ്റത്തിലോട്ടാണ് കേട്ടോ. ആ കയറ്റത്തിൽ ചെല്ലുമ്പോഴത്തേന് ആ റോഡ് അവസാനിക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ റോഡ് നമുക്ക് റൈറ്റ് ആണ് വീണ്ടും എടുക്കേണ്ടത്.
അപ്പോൾ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ വില്ലകളാണ് കേട്ടോ. ഈ റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇനിയിപ്പോൾ നമ്മൾ കച്ചാ റോഡിലോട്ടാണ് കേട്ടോ. നല്ല കല്ലും മണ്ണും ഒക്കെ ഉള്ള റോഡിലാണ്. ഇപ്പം നമുക്ക് 4x4 വെഹിക്കിൾ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ പോയത് ടൊയോട്ട യാരിസിലാണ്. ഇപ്പം നമ്മൾ 4-5 വട്ടം ഇതേ സെയിം വണ്ടി തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒന്ന് സ്പീഡ് കുറച്ച് ചെറുതായിട്ട് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് 2 സൈഡും കാണാൻ പറ്റും. നല്ല പോലെ ഇഷ്ടം പോലെ ഫാമുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഫാമുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അവിടെ ചെന്ന് അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അകത്ത് കയറി വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റോഡ് നേരെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പോട്ട് നമ്പർ 4ലോട്ടാണ് നമ്മൾ 3 സ്പോട്ട്സ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി സ്പോട്ട് നമ്പർ 4ലോട്ടാണ് വരുന്നത്. ഈ റോഡ് നേരെ വരുമ്പോഴത്തേക്കിന് നമ്മൾ സ്പോട്ട് നമ്പർ 4 ഒരു ചെറിയ കുളം, സ്പോട്ട് നമ്പർ 5 ഒരു പുളിമരം, ഇത് രണ്ടുമാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ പതുക്കെ വേഗത കുറച്ച് നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പോൾ വഴി തെറ്റിയില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. നേരെ വരുമ്പോഴത്തേക്കിന് നമുക്കൊരു മാവ് കാണാൻ പറ്റും. മാവിൻ്റെ താഴെ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്ഥലവും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ സ്പോട്ട് നമ്പർ 4ലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഈ ചെറിയ കുളം ഉണ്ടല്ലോ, ചെറിയ കുളം, ഇതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കുളമാണ് സ്പോട്ട് നമ്പർ 4. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് സ്പോട്ട് നമ്പർ 5 ഉള്ളത്, അതായത് നമ്മുടെ പുളിമരം. അപ്പോൾ ഈ കുളം നല്ല ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയാണ് ഈ കുളം. അപ്പോൾ സ്പോട്ട് നമ്പർ 5 ഈ പുളിമരമാണ്. ഈ പുളിമരത്തിൻ്റെ ഗേറ്റ് തുറന്നിരിക്കുകയാണ്. എപ്പോഴും തുറന്നിട്ടേക്കാണ്. അഥവാ ഈ തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാം കാണാൻ പറ്റും. ഈ പുളിമരത്തിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ആ ഫാമിലേക്കുള്ള ഗേറ്റും അത് എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നാരകവും ഓമയും അങ്ങനെയുള്ള പലതരത്തിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 5 സ്പോട്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും താഴോട്ട് വന്നിട്ട് തിരിച്ച് അതേ റോഡിൽ കൂടി നേരെ വരിക. നേരെ വരുമ്പോഴത്തേക്കാണ് ഇനി നമ്മുടെ മെയിൻ അട്രാക്ഷൻ മദഹ തന്നെ ഫേമസ് ആയത് ഈ കാര്യത്തിനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആൽമരം. ഈ ആൽമരമാണ് മദഹയെ ഫേമസ് ആക്കിയത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് നമ്പർ 6 എത്തിയിരിക്കുകയാണ് ആൽമരം. ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. മാത്രമല്ല അവിടെ ഊഞ്ഞാൽ പോലെ ആടാനുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. മാത്രമല്ല എപ്പോഴും നമുക്ക് തത്തകളുടെ ശബ്ദമൊക്കെ നല്ലപോലെ കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ സ്പോട്ട് നമ്പർ 6ഉം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 6 സ്പോട്ടുകൾ ഇപ്പോൾ മൊത്തത്തിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആൽമരമൊക്കെ കണ്ട് വിസിറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ സ്പോട്ട് നമ്പർ 7ലോട്ട് പോകാം കേട്ടോ. സ്പോട്ട് നമ്പർ 7 എന്ന് പറയുന്ന ഒരു ഹിഡൻ പ്ലേസ് തന്നെയാണ്. മദഹയിൽ വരുന്ന ആർക്കും അത്ര കാര്യമായിട്ട് ഇതറിയില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ആൽമരത്തിൻ്റെ താഴെ തന്നെയാണ് ഇതുള്ളത് കേട്ടോ. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ടാങ്ക് കാണാൻ പറ്റും. ഒരു ഇച്ചിരി ദൂരം ഒരു 4-5 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ പന റോഡിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ 2 ഫാമുകൾക്കിടയിലുള്ള ഒരു റോഡാണ്. ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയ റോഡ്. അപ്പോൾ അതുവഴി അകത്തോട്ട് പോകുന്നത് ഒരു ഫാമിലോട്ടാണ്. ആ ഫാമിൻ്റെ അങ്ങേയറ്റമാണ് നമ്മുടെ സ്പോട്ട് നമ്പർ 7. അപ്പോൾ ഇതുവഴി നേരെ പോവുക. നേരെ പോകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ചെറിയ തോടുകൾ പോലെ ഓടകൾ പോലെ വെള്ളം, ഈ വെള്ളം നല്ല സൂപ്പർ വെള്ളമാണ് കേട്ടോ. കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ഈ ഫാമിൽ കൂടി തന്നെ നേരെ പോവുക. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. റൈറ്റ് സൈഡിലോട്ടല്ല, ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ കൂടി പോവുക. പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്പോട്ട് നമ്പർ 7 ഒരു കിണറാണ് കേട്ടോ. നമ്മൾ UAE-യിലോ എവിടെയും ഗൾഫ് രാജ്യത്തൊന്നും അങ്ങനെ അധികമായിട്ട് കിണർ കാണാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കിണറാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ കിണറുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് ഈ കിണർ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഈ കിണറിൽ നിന്ന് വെള്ളം അവർ പമ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം വെള്ളം തീരെ കുറച്ചുള്ളത്. അവർ ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് അവരുടെ കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കിണറിലെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് വിസിറ്റ് ചെയ്തതിന് ശേഷം നേരെ തന്നെ നമ്മുടെ യാത്ര തുടരുക. നമുക്ക് ഈ ചെറിയ ഓട കണ്ടില്ലേ, ഇത് കാണാൻ പറ്റും. ഇതിനെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ മതി. നേരെ പോയി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സ്പോട്ട് നമ്പർ 8ലോട്ടാണ് പോകുന്നത് കേട്ടോ. നേരെ പോവുക. സ്പോട്ട് നമ്പർ 8 നമുക്കെത്തും. അപ്പോൾ ഇവിടെ നമുക്കൊരു വീട് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലെ വീട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. റൈറ്റ് എടുത്തിട്ട് താഴോട്ട് പോവുക. താഴോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും ഒരു പന ചരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്പോട്ട് നമ്പർ 8. സ്പോട്ട് നമ്പർ 8 എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അരുവിയാണ് കേട്ടോ. ഇത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഇവിടെ എപ്പോഴും നല്ലപോലെ വെള്ളം കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് വെള്ളം കുറവാണ്. നമ്മുടെ വേറൊരു വീഡിയോയിൽ ഇവിടെ നിറച്ച് വെള്ളം കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ UAE-യിലെ പോലെയല്ല ഇവിടുത്തെ കാലാവസ്ഥ. UAE-യിൽ തണുപ്പുള്ള സമയത്ത് ഇവിടെ ചെറുതായിട്ട് ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റാണ് കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറവാണ്. എങ്കിലും നല്ല സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ പ്രദേശമൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് പോലാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഈ അരുവിയും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മലകളും ഒക്കെയുള്ള നല്ല കാഴ്ചയാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. മീനുകളെയൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്പോട്ട് നമ്പർ 8 ഇതാണ് കേട്ടോ. ഇനി നമ്മൾ സ്പോട്ട് നമ്പർ 9 ആണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും എല്ലാം നടക്കാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ സ്പോട്ട് നമ്പർ 8 കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പോട്ട് നമ്പർ 8. ഇതാണ് സ്പോട്ട് നമ്പർ 8. ഇവിടെ കാണാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ പൂത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. UAE പോലും ഇത്രയും കറ്റാർവാഴകൾ കണ്ടിട്ടില്ല. ഇത് കണ്ടില്ല, ഇഷ്ടം പോലെ കറ്റാർവാഴകളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിലും പറിച്ചുകൊണ്ട് പോകാനും പറ്റും കേട്ടോ. ആരും നമ്മളെടുത്ത് പറിക്കേണ്ടതെന്നൊന്നും പറയില്ല. നമുക്ക് ഇഷ്ടം പോലെ കറ്റാർവാഴ പറിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ സ്പോട്ട് നമ്പർ 9 ആണ് കറ്റാർവാഴ. അപ്പോൾ നമ്മൾ 9 സ്പോട്ട്സ് ഇതുവരെ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്പോട്ട് നമ്പർ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറേ ഫാമുകളാണ് കേട്ടോ. നല്ല മനോഹരമായ ഫാമുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നമ്മളെ വിസിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതാണ്. അത് മാത്രമല്ല, തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കൈ നിറച്ച് മാങ്ങ, നാരങ്ങ, ഓമയ്ക്ക എല്ലാം തരുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ അതിമനോഹരമാണ്. നല്ലതായിട്ട് എന്താ വെച്ചാൽ അവരുടെ ഒരു നിർമ്മാണ രീതി തികച്ചും വളരെ വ്യത്യസ്തമാണ്. ഇനിയിപ്പോൾ ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. വിട്ടുപോയതല്ല, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വിസിറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു റൗണ്ട് അബൌട്ട് കാണിച്ചില്ലേ, ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴത്തേക്കിന് മലമുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്ന വേറെ ഒന്നുമല്ല, ഒരു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് നേരെ മേളിൽ കയറി കഴിഞ്ഞാൽ ഒരു വാട്ടർ ടാങ്ക് കാണാൻ പറ്റും. വലിയ കാഴ്ചയൊന്നുമില്ല, എങ്കിലും മേളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിറ്റി ഫുള്ള് കാണാൻ പറ്റും, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് അപകടം പിടിച്ച യാത്രയാണ് കേട്ടോ. മേളിലോട്ട് കയറാൻ ഈസിയാണ്, പക്ഷേ താഴോട്ട് വരാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകുന്ന അവസ്ഥയാണ്. അപ്പം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ പോവാം. അതും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് റോഡ് സൈഡിൽ ആടുകളെയും കഴുതകളെയും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുക, ഉച്ചയോടെ അവിടെ എത്തുന്ന രീതിയിൽ തന്നെ പോവുക. ഷാർജയിൽ നിന്നാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ എത്തും അവിടം വരെ പോകണമെങ്കിൽ. പിന്നെ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ഞാൻ പറഞ്ഞ സ്പോട്ട് നമ്പർ 1 കൂടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉച്ചയോടെ അവിടെ എത്തുന്ന രീതിയിൽ വേണം പോകാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മദ്ഹ കഴിഞ്ഞിട്ട് GPS ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, കാരണം ഒമാൻ്റെ സ്ഥലമായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. ഇവിടെ പിന്നെ മദ്ഹയുടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ നടക്കില്ല, എങ്കിലും എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ റൂട്ട് മാപ്പ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.